പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നീ വലിയ നോമ്പിന്റെ 3 തൂണുകൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുകയും ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലത്തീൻ ആരാധനക്രമയുടെ നോമ്പുകാലത്തെ 3-ാം ഞായറാഴ്ചയായ ഇന്ന് ജീവനുള്ള ജലം എന്ന പ്രമേയത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. സമരിയക്കാരിയായ സ്ത്രീയോട് കിണറ്റുവെക്കിൽ വെച്ച് യേശു സംവദിക്കുന്ന സുവിശേഷ ഭാഗം നമ്മുടെ ആത്മീയ ദാഹത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ നൽകുന്ന ജലം നമ്മുടെ ദാഹം താൽക്കാലികമായി മാത്രമേ ശമിപ്പിക്കുകയുള്ളൂ. എന്നാൽ ക്രിസ്തു നൽകുന്ന കൃപാവരം നമ്മിൽ നിത്യജീവനിലേക്ക് ഒഴുകുന്ന നീരുറവയായി മാറുന്നു. നാം ഓരോരുത്തരും പാപത്തിന്റെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വിശുദ്ധിക്കായി ദാഹിക്കുന്നു. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിലെ പാപക്കറകൾ കഴുകിക്കളയാൻ ആ ജീവനുള്ള ജലം അത്യന്താപേക്ഷിതമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14 നാം വായിക്കുന്നു, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല, അത് അവനിൽ നിത്യജീവനിലേക്ക് ഒഴുകുന്ന നീരുറവയാകും. നമ്മുടെ ഈ നോമ്പ് യാത്രയിൽ വഴികാട്ടുന്ന പ്രകാശമായി ഒരു വഴികാട്ടി നക്ഷത്രമായി ഈ തിരുവചന ഭാഗം നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കട്ടെ. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സമരിയക്കാരി തന്റെ പാത്രങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ ഓടിയതുപോലെ നാമും മാറണം. ഇന്ന് തന്നെ നമ്മുടെ പഴയകാല പാപങ്ങളും ലൗകിക കെണികളും ഉപേക്ഷിക്കാനുള്ള കരുത്ത് ഈ വചനം നമുക്ക് നൽകട്ടെ. കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് കുംഭസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഈ ജീവജലം നമുക്കും സ്വന്തമാക്കാം. ഹൃദയത്തിന്റെ ആഴങ്ങളിലെ ദാഹം മാറ്റാൻ പിതാവായ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് നാം തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി നമ്മുടെ ജീവിതങ്ങൾ ഫലഭൂയിഷ്ഠമായ തോട്ടങ്ങളായി മാറട്ടെ. വിട്ടുപോകാത്ത ദൈവസ്നേഹത്തിന്റെ ഉറവയിൽ നിന്ന് ആവോളം നുകരാൻ ഈ ഞായറാഴ്ച നമ്മെ ക്ഷണിക്കുന്നു. മറ്റുള്ളവർക്ക് സ്നേഹവും കരുണയും പകർന്നുകൊണ്ട് ആ ജീവജലം നമ്മിലൂടെയും ഒഴുകട്ടെ. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ ഈ ആത്മീയദാഹം നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ. ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നു ചേർന്ന്. കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന ഈ വേളയിൽ നമ്മുടെ ഹൃദയങ്ങളെ ജീവനുള്ള ജലത്താൽ നമുക്ക് ശുദ്ധീകരിക്കാം. എളിമയോടെയും ഭക്തിയോടെയും നമുക്ക് കർത്താവിനെ സമീപിക്കാം. കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യും തീർച്ച. ഈ നോമ്പുകാലം നമുക്ക് യഥാർത്ഥ മാനസാന്തരത്തിന്റെയും പുതുജീവന്റെയും കാലമാകട്ടെ. നമ്മുടെ ആത്മീയദാഹം തീർക്കുന്ന ഏക ഉറവിടം ക്രിസ്തുവാണെന്ന് ഉറച്ചു വിശ്വസിക്കാം. ആ ഉറവയിൽ നിന്ന് നന്മയുടെ കിരണങ്ങൾ ലോകമെങ്ങും വ്യാപിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.